നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAEയുടെ ദേശീയ റെയിൽ പദ്ധതിയാണ് ഇത്തിഹാദ് റെയിൽ. മിഡിൽ ഈസ്റ്റിലെ ഗതാഗത മേഖലയിൽ ഇത്തിഹാദ് റെയിൽ വളരെ നിർണായക പങ്ക് വഹിക്കുമെന്നാണ് വിലയിരുത്തൽ. യാത്രാ സർവീസ് തുടങ്ങുന്ന തീയതി ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ഇത്തിഹാദ് റെയിൽ യാത്രക്കാരുമായുള്ള സർവീസ് നടത്തി. ചുരുക്കി പറഞ്ഞാൽ പ്രവാസികൾക്ക് ഇനി ട്രെയിൻ യാത്ര ആസ്വദിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കും. ഇത്തിഹാദ് റെയിൽ ശൃംഖലയിലെ ചരക്ക് നീക്കം കഴിഞ്ഞ വർഷം തന്നെ പൂർണ്ണതോതിൽ നടപ്പിലാക്കിയിരുന്നു. ഇത്തിഹാദ് റെയിൽവേയുടെ യാത്രാ ട്രെയിൻ മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുക. ഒരു സമയം 400 പേർക്ക് യാത്ര ചെയ്യാനാകും. യാത്രാ ട്രെയിൻ എന്ന് ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടില്ലെങ്കിലും ഫുജൈറയിൽ ആദ്യ സ്റ്റേഷൻ നിർമ്മാണം പുരോഗമിക്കുകയാണ്. വൈഫൈ, അതുപോലെ വിനോദോപാധികൾ, അതുപോലെ ചാർജിംഗ് പോയിന്റുകൾ, ഭക്ഷണ പാനീയങ്ങൾ എന്നിവയെല്ലാം ഉള്ളതായിരിക്കും ഓരോ വാഗണുകളും. കുടുംബങ്ങൾക്കും അതുപോലെ വിനോദസഞ്ചാരികൾക്കും മാത്രമല്ല, ജോലി സംബന്ധമായ യാത്രകൾ ചെയ്യുന്നവർക്കും സൗകര്യപ്രദമാകും ട്രെയിനിലെ യാത്ര. UAEയിലെ 11 നഗരങ്ങളെ റെയിൽ ശൃംഖല ബന്ധിപ്പിക്കും. അൽ സില മുതൽ ഫുജൈറ വരെയുള്ള സർവീസിൽ അൽ റുവൈസ്, അൽ മിർഫ, ദുബായ്, ഷാർജ, അൽ ദൈദ്, അബുദാബി നഗരങ്ങളിലൂടെ റെയിൽ കടന്നു പോകും. അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് 50 മിനിറ്റാണ് യാത്രാ സമയം. ഫുജൈറയിലേക്ക് 100 മിനിറ്റിൽ എത്താനാകും. അതായത് കാറിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ എടുക്കുന്ന സമയത്തിന്റെ പകുതി സമയത്തിൽ ട്രെയിനിലെത്താം. നിർമ്മാണം പൂർത്തിയായാൽ 1200 കിലോമീറ്റർ ആകും ഇത്തിഹാദ് റെയിലിന്റെ ദൈർഘ്യം. അതുപോലെ ഒമാൻ, സോഹാർ, അലൈൻ യാത്രാ സമയം വെറും 40 മിനിറ്റ് ആണ്. 2022 സെപ്റ്റംബറിലാണ് ഒമാൻ റെയിലുമായി ഇത്തിഹാദ് റെയിൽ കരാറിൽ ഒപ്പുവെക്കുന്നത്. സോഹാറിനും അതുപോലെ അബുദാബിക്കും ഇടയിൽ 303 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് റെയിൽ ശൃംഖല. അബുദാബിയിൽ നിന്ന് ഒമാനിലെ സോഹാറിലേക്ക് സോഹാർ തുറമുഖം വഴിയാണ് ട്രെയിൻ കടന്നു പോവുക. അബുദാബി സോഹാർ യാത്രയ്ക്ക് 1 മണിക്കൂർ 40 മിനിറ്റ് ആണ് യാത്രാ സമയം പ്രതീക്ഷിക്കുന്നത്. അലൈനിൽ നിന്ന് സോഹാറിലേക്ക് 40 മിനിറ്റ് കൊണ്ട് എത്താനാകും. UAEയിൽ നിന്ന് സൗദി അറേബ്യ, അതുപോലെ തന്നെ ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ റെയിൽ ശൃംഖലയാണ് GCC രാജ്യങ്ങൾ വിഭാവനം ചെയ്യുന്നത്. ഓരോ രാജ്യത്തിനും ആഭ്യന്തരമായി റെയിൽ ശൃംഖല നിർമ്മിക്കുകയും പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്യുകയെന്നുള്ളതാണ് പദ്ധതി. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള റെയിൽ പദ്ധതിയുടെ നിർമ്മാണ ഘട്ടത്തിലാണ്. GCC റെയിൽ പൂർത്തിയായാൽ 2017 കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽ പാതയാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ജുബൈലിലൂടെ കടന്നു പോകുന്ന സൗദി റെയിൽ റാസൽ ഖൈർ, ദമാൻ റൂട്ടിൽ 200 കിലോമീറ്ററിലേറെ പൂർത്തിയായി. ഖത്തർ റെയിലിന്റെ അടിസ്ഥാന സൗകര്യ വികസനവും രൂപകൽപ്പനയും പൂർത്തിയായിട്ടുണ്ട്. ബഹ്റൈനെ GCC റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടവും കുവൈത്തിൽ റെയിൽവേ ട്രാക്കിന്റെ രൂപകൽപ്പനയും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അധികം വൈകാതെ തന്നെ ഈ GCC രാജ്യങ്ങളിലൊക്കെ പ്രവാസികൾക്ക് ട്രെയിനിലൂടെ സഞ്ചരിക്കാം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.